ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഓൾഡ് SCERT ഫിസിക്സ് 9th സ്റ്റാൻഡേർഡിലെ ചലന നിയമങ്ങളും എന്ന 3rd ലെസൺ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ന്യൂ SCERTയിലും ഇതേ പേരിൽ തന്നെ 9th സ്റ്റാൻഡേർഡിലെ ലെസൺ ഉണ്ട്. അതുകൂടി പഠിക്കണം. അതുകൂടി പഠിച്ചു കഴിയുമ്പോൾ ഫിസിക്സിലെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT ലെസൺസ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പറയണം. നിങ്ങൾ പറഞ്ഞാലാണല്ലോ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതൊക്കെ ആവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇനി ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ASMൻ്റെ എക്സാം കഴിയുമ്പോൾ സെക്കൻഡ് ഫേസ് ASMൻ്റെ എക്സാം ഓഗസ്റ്റ് 9th അപ്പോൾ ആ ഒരു എക്സാമും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിസിക്സിൻ്റെ റിവിഷൻ ഈ ഒരു ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിവിഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാലോ. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അസന്തുലിത ബാഹ്യബലത്തെക്കുറിച്ചാണ് പറയുന്നത്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും മോഷനും. അസന്തുലിത ബാഹ്യബലവും ചലനവും എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിരിക്കുകയാണ്. പിക്ചർ ഒന്ന് ശ്രദ്ധിക്കാം, നോക്കിക്കോളൂ. ഒരേ വശത്ത് നിന്ന് 2 കുട്ടികൾ ഒരേ ദിശയിലേക്ക് മേശ തള്ളുന്നതാണ് ആദ്യത്തെ ചിത്രം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്? ഈ മേശ എന്തായാലും മുന്നോട്ട് മൂവ് ചെയ്യുമല്ലോ അല്ലേ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയേ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? 2 കുട്ടികൾ എതിർദിശയിൽ നിന്ന് തുല്യബലം 50 ന്യൂട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കുട്ടി ഈ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഉന്തുന്നു, മറ്റൊരു കുട്ടി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഉന്തുകയാണ്. തുല്യബലമാണ് അവരവിടെ പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഇവിടുത്തെ ടേബിൾ മൂവ് ചെയ്യോ? ഇല്ല. പക്ഷേ ഫസ്റ്റ് കണ്ടീഷനിൽ 3.1 എന്ന പിക്ചറിൽ എന്താണ്? 2 കുട്ടികളും 50 ന്യൂട്ടൺ വീതമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും സെയിം ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഫൈനൽ റിസൾട്ട്? ഈ ടേബിൾ തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങും അല്ലേ? ആണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തെ നമുക്ക് പറയാം എന്താണ്? ഇത് ഒരു അസന്തുലിത ബാഹ്യബലമാണ്. അസന്തുലിത ബാഹ്യബലമാണ്. ഇത് സന്തുലിത ബാഹ്യബലവുമാണ്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം എന്താണെന്നുള്ളത്. ഇനി നോക്കിക്കോളൂ, മറ്റ് 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. എതിർദിശയിൽ നിന്ന് 2 പേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. ഇവിടെ ഒരാൾ 80 ന്യൂട്ടൺ ഉപയോഗിക്കുന്നു, മറ്റൊരാൾ 40 ന്യൂട്ടനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മേശ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? കൂടുതൽ ഫോഴ്സ് യൂസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ. 80 ന്യൂട്ടൺ ഈ ആദ്യം നിൽക്കുന്ന ആൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കൂടുതൽ ഒരു ബലം കൊടുക്കുന്ന ഭാഗത്തേക്കായിരിക്കും ടേബിൾ മൂവ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, പഞ്ചഗുസ്തിയിൽ തുല്യബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഉള്ള കേസാണ്. ആദ്യത്തെ ആൾ 120 ന്യൂട്ടൺ, സെക്കൻഡ് ആളും 120 ന്യൂട്ടൺ തന്നെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ ഒരു കൈ ഇവിടെ അനങ്ങാതെ നിൽക്കും അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഒരു വടംവലി മത്സരമാണ് നടക്കുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ ഒരു സൈഡിലുള്ള ആളുകൾ 400 ന്യൂട്ടനും മറ്റൊരു സൈഡിലുള്ളവർ 300 ന്യൂട്ടൺ ബലവുമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ ഏത് ടീമായിരിക്കും ജയിക്കുന്നത്? ഏതാണ്? ഇതിൽ ഇവരെ നമുക്ക് A എന്നും ഇവരെ നമുക്ക് B എന്നും കൊടുക്കാം. A ടീമല്ലേ വിജയിക്കുക? ഓക്കെ. അപ്പോൾ മുകളിൽ കൊടുത്ത ഓരോ സന്ദർഭത്തിലും വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം കണ്ടെത്തി പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടികൾക്കുള്ളതാണ്, നമ്മളത് നോക്കണ്ട. നമുക്ക് ബലം സദിശമായതിനാൽ വിപരീത ദിശയിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു നിശ്ചിത ദിശയിലുള്ള ബലത്തിൻ്റെ അളവ് പോസിറ്റീവായും എതിർദിശയിലുള്ള ബലത്തിൻ്റെ അളവ് നെഗറ്റീവായിട്ടുമാണ് പരിഗണിക്കേണ്ടത്. ഓർത്തു വയ്ക്കുക, ബലം എന്താണ്? ഒരു സദിശ അളവാണ്. ബലം സദിശ അളവാണ്. ഓക്കെ, ബലം സദിശ അളവാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ സദിശ അളവുകൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? പ്രവേഗം പഠിച്ചു, സ്ഥാനാന്തരം പഠിച്ചു അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ബലം ഒരു സദിശ അളവാണ്. വിപരീത ദിശയിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു നിശ്ചിത ദിശയിലുള്ള ബലത്തിൻ്റെ അളവ് പോസിറ്റീവായിട്ടും എതിർദിശയിലുള്ള ബലത്തിൻ്റെ അളവ് നെഗറ്റീവായിട്ടുമാണ് പരിഗണിക്കേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇനി ഇവിടുത്തെ പോയിന്റ് എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ 2-3 പിക്ചേഴ്സ് കണ്ടു. ഈ പിക്ചേഴ്സിൽ ഏതൊക്കെയാണ് സന്തുലിത ബലം? ഇവിടെ 2 കുട്ടികളും 2 ഡയറക്ഷനിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വസ്തുവിന് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. ഇത് സന്തുലിത ബലമാണ്. അതുപോലെ തന്നെ മറ്റൊരു കേസ് പറഞ്ഞല്ലോ, പഞ്ചഗുസ്തിയിൽ തുല്യബലം പ്രയോഗിക്കപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ്? അതും ഒരു സന്തുലിത ബലത്തിന് എക്സാമ്പിളാണ്. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയാം. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കാനോ കഴിയില്ല. പോയിന്റ് ഓർത്ത് വയ്ക്കുക. സന്തുലിത ബലമാണെങ്കിൽ ആ ബലത്തിന് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ സാധിക്കില്ല എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഇനി മറ്റൊരു പോയിന്റ്, ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം പറയുന്നത് കേട്ടോ. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വസ്തുവിൽ അസന്തുലിതമായിട്ടുള്ള ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ കേസ്, ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേബിള് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കിയോ, ഇവിടെ എന്താണ്? അസന്തുലിത ബലമാണ് പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ വശത്തു നിന്ന് 2 കുട്ടികളാണ് അത് ഉന്തുന്നത്. അസന്തുലിതമായിട്ടുള്ളൊരു ബലമാണ്. ഇവിടെ നിശ്ചലാവസ്ഥയിലുള്ള ടേബിളിനെ അത് മുന്നോട്ട് നീങ്ങാനായിട്ട് സഹായിക്കുന്നുണ്ട് ആണല്ലോ. ഇനി ഈ ഒരു കേസിലാണെങ്കിലോ, ഇവിടെ ഈ ഒരു കേസിൽ എന്താണ്? ഒരാൾ 80 ന്യൂട്ടനുമാണ്, മറ്റൊരാൾ 40 ന്യൂട്ടനുമാണ് കൊടുക്കുന്നത് ബലം. അപ്പോൾ അവിടെയും അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം അല്ലേ അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും ഈ ഒരു നിശ്ചലാവസ്ഥയിരിക്കുന്ന ടേബിളിന് മൂവ്മെന്റ് സംഭവിക്കും ആണല്ലോ. അപ്പോൾ സന്തുലിത ബലവും നമ്മൾ പഠിച്ചു, അസന്തുലിത ബലവും പഠിച്ചു. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയുള്ള വസ്തുവിനെ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തിന് മാറ്റം വരുത്താനോ ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അതായത് അസന്തുലിത ബലങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് ചലനങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, എന്നാൽ എല്ലാ അസന്തുലിത ബലങ്ങളും ചലനം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ടീച്ചറിൽ എന്താണ് പറയുന്നത് നോക്കിയേ. ഇവിടെ ഒരു വ്യക്തി ആ ഒരു വാഹനത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ വാഹനം മൂവ് ചെയ്യോ? ഇല്ല. അദ്ദേഹം പ്രയോഗിക്കുന്നത് ഒരു അസന്തുലിതമായിട്ടുള്ള ബലമാണെങ്കിൽ കൂടിയിട്ടും അത് ആന്തരിക ബലമാണ്. അപ്പോൾ ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് കഴിയില്ല. ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലമാണ് പ്രയോഗിക്കേണ്ടത്. ഇപ്പോൾ അസന്തുലിതമായിട്ടുള്ള ഒരു ആന്തരിക ബലം പ്രയോഗിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഈ വാഹനം മൂവ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? വാഹനം മൂവ് ചെയ്യണമെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലമാണ് പ്രയോഗിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഓക്കെ, നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്ന പോയിന്റ് ഓർത്തു വെക്കുക. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പരീക്ഷണം നടത്തുന്നതും പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഓർത്തു വെക്കേണ്ട പോയിന്റ്, ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന പോയിന്റ് ഓർത്തു വെക്കുക. അതുപോലെ വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരും എന്നുള്ള പോയിന്റും ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്നുള്ള പോയിന്റും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു മറ്റൊരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം ആവശ്യമില്ല. ഒരു എക്സ്പെരിമെന്റിലൂടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് എക്സ്പെരിമെന്റ് വേണ്ട, പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമില്ല. ഇനി ചലനത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ആരാന്ന് നമ്മൾ പറഞ്ഞു? ഗലീലിയോ ഗലീലിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ടാണ് ന്യൂട്ടൺ എന്തുകൊണ്ടുവന്നത്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്ക് ഗലീലിയോയെ കുറിച്ചൊന്ന് നോക്കാം. ഭൗതിക ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗണിതത്തിലും പ്രകൃതി ശാസ്ത്രത്തിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിതാവിന്റെ ആഗ്രഹപ്രകാരം പിസ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി ചേരുകയാണ് ഉണ്ടായത്.
വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടിലിന്റെ വാദഗതിയെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ അരിസ്റ്റോട്ടിലിന്റെ ഈ വാദഗതി തെറ്റാണെന്ന് തെളിയിച്ചു. 1585 മുതൽ 1592 വരെയുള്ള കാലയളവിലാണ് ഗലീലിയോ തന്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമായ ദ ലിറ്റിൽ ബാലൻസ് രചിച്ചത്. ഗലീലിയോ ഗലീലിയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി അന്ന് നിലവിലുള്ളതിനേക്കാൾ അനേകം മടങ്ങ് ശേഷിയുള്ളതാണ്. ഇനി നോക്കിയോ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നു. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി. ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ, അതുപോലെ സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ്. അപ്പൊ എത്ര ബുക്ക് നമ്മൾ പറഞ്ഞു? ഇപ്പോൾ സ്റ്റാറി മെസ്സഞ്ചർ എന്തിനെക്കുറിച്ചുള്ളതാണ്? ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ളതാണ്. സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു പുസ്തകമാണ് ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്. അതുപോലെ തന്നെ ഒരു പുസ്തകമാണ് ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും സൂര്യകളങ്കങ്ങളെ കുറിച്ചുള്ളത്, ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ, കൂടാതെ തന്നെ ലിറ്റിൽ ബാലൻസ് എന്ന് പറയുന്ന ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം. അപ്പോൾ മൊത്തം 4 ബുക്കുകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ദൂരദർശിനി ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടെത്തി. അതുപോലെ ഭ്രമണം തിരിച്ചറിയുന്നതിന് വേണ്ടി സാധിച്ചു. ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെയും ഒക്കെ അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണത്തിന് വിധേയമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തി ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ആ പരീക്ഷണത്തിലൂടെയാണ് അരിസ്റ്റോട്ടലിന്റെ വാദഗതികൾ തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചത്. ഓക്കെ, ഗലീലിയോ ഗലീലിയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അതാണ് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം. എന്താണ്? ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമാണ്. ഇനി അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതിനെയാണ് ഒന്നാം ചലന നിയമം എന്ന് അറിയപ്പെടുന്നത്. അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല അതൊരു നേർരേഖ സമചലനത്തിലാണെങ്കിൽ അങ്ങനെ, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ. ക്ലിയർ ആയല്ലോ? ഇതാണ് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം. സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച് വസ്തുക്കളുടെ ചില പൊതുവായ പ്രവണതകളെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വിശദമാക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ ചില പൊതുവായ പ്രവണതകളെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വിശദമാക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചലന നിയമം നമ്മൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കാം. നിശ്ചല ജഡത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത, അതാണ് നിശ്ചല ജഡത്വം. അല്ലെങ്കിൽ മറ്റു രീതിയിലും പറയാം, നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം അഥവാ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചലന ജഡത്വം എന്ന് നോക്കാം. ഓക്കെ, ചലന ജഡത്വം അഥവാ ഇനേഷ്യ ഓഫ് മോഷൻ. ഇനേഷ്യ ഓഫ് മോഷൻ എന്താണ്? ചലനാവസ്ഥയിലുള്ള വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ്
ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മളിവിടെ നിശ്ചല ജഡത്വം പഠിച്ചല്ലോ. എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് നിശ്ചല ജഡത്വം. അതുപോലെ ചലന ജഡത്വം എന്ന് പറയുന്നത് എന്താണ്? ചലനാവസ്ഥയിലുള്ള വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് ഇനേഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. അത് എന്തിന്റെയാണ്? ചലന ജഡത്വമാണോ നിശ്ചല ജഡത്വമാണോ? ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിനുള്ളിലെ യാത്രക്കാർക്കും ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രവണതയാണ്, ആണല്ലോ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് അങ്ങ് നിർത്തുമ്പോൾ അവിടെ നിൽക്കുന്ന യാത്രക്കാരൻ മുന്നോട്ടാണ് വീഴുന്നത്. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ചലനാവസ്ഥയിലുള്ള ആ വസ്തുവിന്, ആ യാത്രക്കാരന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ജഡത്വം എന്ന് പറയാം? അത് ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ? ചലന ജഡത്വത്തിന്റെ എക്സാമ്പിൾ ക്ലിയർ ആയി. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത ചലന ജഡത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു. എന്താണ് അത്? നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. കാരണം നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് ആ ബസ്സും ആ യാത്രക്കാരനും. അപ്പൊ ആ വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനാണ് പ്രവണതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. നിശ്ചല ജഡത്വം. ക്ലിയർ ആയല്ലോ? നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാനുള്ള കാരണം എന്ന് പറയുന്നത് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ആ വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് പറയുന്നത്. ഇനി നിശ്ചല ജഡത്വത്തെയും ചലന ജഡത്വത്തെയും കോമൺ ആയിട്ട് നമ്മൾ ജഡത്വം എന്നാണ് പറയാറ്. നിശ്ചല ജഡത്വത്തെയും ചലന ജഡത്വത്തെയും കോമൺ ആയി ജഡത്വം എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഇനി 2 കോളമായിട്ട് തന്നിട്ടുണ്ട്. 2 എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്, നോക്കാം. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുകയാണ്. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നത് നിശ്ചലാവസ്ഥയ്ക്ക് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ആ ഓടി വരുന്ന ആൾക്ക് ചലനാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ചലന ജഡത്വത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് LPSA വർഷം എനിക്ക് ഓർമ്മയില്ല, NCAയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്, ഓർത്ത് വെക്കുക ഇത് കേട്ടോ. ക്ലിയർ? അതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നമ്മൾ ഓഫ് ചെയ്താൽ ഉടനെ അതങ്ങ് ഓഫ് ആവുമോ? ഇല്ല, കുറച്ച് നേരം കൂടി കറങ്ങുമല്ലോ. അതൊക്കെ ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് മാസും ജഡത്വവും ആണ് പഠിക്കേണ്ടത്. അത് തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളതാണ് നോക്കേണ്ടത്. മാസ്, ജഡത്വം, മാസ് ആൻഡ് ഇനേഷ്യ. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വവും കൂടുന്നു. അതായത് മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനേഷ്യ. ഓക്കെ, മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ജഡത്വവും കൂടുന്നുള്ളതാണ്. അതെങ്ങനെ നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇപ്പോൾ ഒരു വലിയ ബോഡി, ഒരു ആന നമ്മളെ ചേസ് ചെയ്യാണ്. നമ്മളെ ചേസ് ചെയ്യാനായിട്ട് വരികയാണ്. ഓക്കെ, നമ്മൾ മുന്നിലോടുന്നു, ആന പിന്നിലോടുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുമാണ്. അപ്പോൾ ആന കുത്താൻ വരുമ്പോൾ എങ്ങനെ ഓടണം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? സിക്സാക്ക് മോഷനിൽ ഓടണം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സിക്സാക്ക് എന്ന് പറയുമ്പം ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഈ മെലിഞ്ഞിരിക്കുന്ന ഈ വ്യക്തി നമ്മളാണ് കേട്ടോ. ഈ മെലിഞ്ഞിരിക്കുന്നത് നമ്മളാണ്. മാസ് കൂടിയ ബോഡി ആനയാണ്. അപ്പോൾ ആന ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അതിൻ്റെ ബോഡി ഇങ്ങനെ വളച്ച് കൊണ്ടുവരുമ്പോഴേക്കും എന്ത് ചെയ്യും? അതിനൊരു ഇനേബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ? ആ ബോഡി ഇങ്ങനെ വളച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ആനയുടെ അത്ര മാസ് ഇല്ലാത്തൊരു ബോഡിയാണ്. നമ്മൾ എന്ത് ചെയ്യും? വേഗത്തിൽ സിക്സാക്ക് മോഷനിൽ ഓടി രക്ഷപ്പെടും, ആണല്ലോ. അപ്പോൾ ആനയ്ക്ക് അതിൻ്റെ ബോഡി ഇങ്ങനെ ഇത്രയും മാസ് കൂടിയ ഒരു വസ്തുവിനെ ഇങ്ങനെ ഡയറക്ഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഇനേബിലിറ്റി ഉണ്ടായിരിക്കും, ആണല്ലോ. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആനയ്ക്ക് അപ്പോൾ അതിൻ്റെ ചലനാവസ്ഥയെ അങ്ങോട്ട് മാറ്റം വരുത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, കഴിവില്ലായ്മ, അതാണെന്ത്? ഇവിടെ ജഡത്വമാണ്. ഓക്കെ, അപ്പോൾ മാസ് കൂടിയപ്പോൾ ആനയ്ക്ക് മാസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇനേഷ്യയും ജഡത്വവും കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാസ് കുറവാണ്. അവിടെ എന്താണ്? ജഡത്വവും എന്തായിരിക്കും? മാസ് കുറവായിരിക്കുമ്പോൾ ജഡത്വവും കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ?
അപ്പോൾ എക്സാമ്പിളിലൂടെ നമുക്ക് കിട്ടി. ഇനി ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഒരു വസ്തുവിൻ്റെ ജഡത്വം എന്നത് അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ പഠിച്ചു. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടും. ആനയ്ക്ക് മാസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവിടെ ഇനേഷ്യ കൂടിയത്. നമ്മളുടെ കേസിൽ നമുക്ക് മാസ് കുറവാണ്, അതുകൊണ്ട് ഇനേഷ്യയും കുറവായിരുന്നു. ഓക്കെ, ഇനി ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ടെന്നീസ് ബോളും ക്രിക്കറ്റ് ബോളും നിശ്ചിത ദൂരത്തേക്ക് അടിച്ചു തെറിപ്പിക്കണമെങ്കിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെന്നീസ് ബോളും അതുപോലെ ക്രിക്കറ്റ് ബോളും അടിച്ചു തെറിപ്പിക്കുന്നത്. ക്രിക്കറ്റ് ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 163 ഗ്രാമാണ്. ടെന്നീസ് ബോളിൻ്റെ മാസ് ആണെങ്കിൽ 58.5 ഗ്രാമുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കണം. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അതായത് ക്രിക്കറ്റ് ബോളിന് മാസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു എബിലിറ്റി ഇനേഷ്യ എന്തായിരിക്കും? ഇനേഷ്യയും കൂടുതലായിരിക്കും, ജഡത്വവും കൂടുതലായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രിക്കറ്റ് ബോളിൽ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കാനാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ആക്കമാണ്. ആക്കം എന്താണ്? ആക്കത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് മൊമെൻറ്റം എന്നാണ്. മൊമെൻറ്റം ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊമെൻറ്റം എന്നായിരിക്കും തരിക. അപ്പോൾ നമുക്ക് പരിചയമില്ലായ്മ ഉണ്ടാവരുത്. അതുകൊണ്ട് മൊമെൻറ്റം എന്ന ഇംഗ്ലീഷ് വേർഡ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം എന്താണെന്നുള്ളത് നോക്കാം. അടുത്തൊരു പേജിലേക്ക് വരാം. അവിടെ പറയുന്നുണ്ട്, മൊമെൻറ്റം എന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിത ഫലമാണ്. വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിത ഫലമാണ് ആക്കം എന്ന് പറയുന്നത്. പ്രവേഗം ഒരു സദിശ അളവാണ്, അതുകൊണ്ട് തന്നെ ആക്കവും ഒരു സദിശ അളവാണ്. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടും. ഇനി ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു റോട്ടിൽ നിൽക്കുകയാണ്. ഓക്കെ, നമ്മളൊരു റോട്ടിൽ നിൽക്കുകയാണ്, നമ്മളാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് രണ്ട് ആളുകൾ വരുന്നു. വരുമ്പോൾ രണ്ടുപേരും ഒരേ സ്പീഡിലാണ് ഓടി വരുന്നത്. ഓക്കെ, രണ്ട് വ്യക്തികൾ. അതിലൊരാൾ മെല്ലിച്ച ആളാണ്, ഒരാൾ തടിയുള്ള ആളാണ്. രണ്ടുപേരും ഒരേ സ്പീഡിലാണ് ഓടി നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മളെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഈ തടിയുള്ള ആൾ നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോഴാണോ അതോ ഈ മെലിഞ്ഞ ആൾ നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് കൂടുതൽ പരിക്കുകൾ പറ്റുന്നത്? ഏതാൾ തട്ടുമ്പോഴാണ്? ഈ തടിയുള്ള ആൾ നമ്മളെ വന്നിടിക്കുമ്പോഴാണ് അല്ലേ. തടിയുള്ള ആൾ നമ്മളെ വന്നിടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പരിക്ക് പറ്റുക ആണല്ലോ. കാരണം എന്താണ്? അവിടെ അതിൻ്റെ മാസ്, ആ ബോഡിയുടെ മാസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആക്കം അല്ലെങ്കിൽ ഇമ്പൾസും കൂടുതലായിരിക്കും അല്ലേ. ആ ഒരു വ്യക്തി വന്ന് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പൾസ് അല്ലെ ആഘാതം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാസ് കൂടിയതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? ആക്കവും കൂടുതലാവുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാസ് മാത്രമല്ല, വെലോസിറ്റി കൂടിയാലും എന്ത് ചെയ്യും? ആക്കം കൂടും. മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും നമുക്ക് ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം കൂടും. ഓക്കെ, അപ്പോൾ P=mv എന്നാണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കത്തിനെ P എന്ന ലെറ്റർ കൊണ്ടും മാസിനെ M എന്ന ലെറ്റർ കൊണ്ടും പ്രവേഗത്തിനെ V എന്ന ലെറ്റർ കൊണ്ടുമാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്കം = മാസ് ഇൻറ്റു പ്രവേഗമാണ്. മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിത ഫലമാണ് ആക്കം. മാസ് കൂടിയാലും ശരി, പ്രവേഗം കൂടിയാലും ശരി, ആക്കം കൂടും. ഇനി ആക്കത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്കത്തിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മാസിൻ്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ്. മാസിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? കിലോഗ്രാം ആണ്. അതുപോലെ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണല്ലോ. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എന്താണ് ആക്കത്തിൻ്റെ യൂണിറ്റ് വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് ആക്കത്തിൻ്റെ യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാലോ. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പ്രോബ്ലംസ് നമുക്ക് നോക്കാം. 1000 കിലോഗ്രാം മാസുള്ള ഒരു കാറ് 1000 കിലോഗ്രാം മാസുള്ള ഒരു കാർ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? V തന്നിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാസും തന്നിട്ടുണ്ട്. 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം മാസുള്ള ഒരു കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ബ്രേക്കുകൾ പ്രവർത്തിപ്പിച്ച് 5 സെക്കൻഡ് കൊണ്ട്, 5 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമാണ്, ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, സമയം കൊണ്ട് അത് നിശ്ചലമാക്കുന്നു. എങ്കിൽ കാറിൻ്റെ ആദ്യ ആക്കം എത്രയാണ്, അന്ത്യ ആക്കം എത്രയാണ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യ ആക്കം എന്ന് പറയുന്നത് ഇനിഷ്യൽ മൊമെൻ്റ് ആണ് അല്ലേ. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? P=mv എന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മാസ് രണ്ട് സ്ഥലത്തും കോൺസ്റ്റൻ്റ് തന്നെയാണ് അല്ലേ. ആദ്യത്തെ സിറ്റുവേഷനിൽ ആദ്യ ആക്കം കാണുമ്പോഴും അന്ത്യ ആക്കം കാണുമ്പോഴും ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ആദ്യത്തെ കേസിൽ മാസ്
1000 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലല്ലേ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? ആദ്യത്തെ കേസിൽ 10,000 വന്നു. 10,000 യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഇതിൻ്റെ ആദ്യ ആക്കം. ആദ്യ ആക്കം നമുക്ക് കിട്ടിയേ എത്രയാണ്? 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. ഇനി എന്താ അടുത്ത ചോദ്യം കാണേണ്ടത്? ക്ലിയർ ആയല്ലോ? ഇത് P = mv എന്നാണ് ഇക്വേഷൻ മൊമെൻറ്റം കാണാനുള്ളത്. അപ്പോൾ രണ്ട് കേസിലും ആദ്യത്തെ ആക്കം കാണാനാണെങ്കിലും ശരി, അന്ത്യ ആക്കം കാണാനാണെങ്കിലും ശരി, ഇവിടെ കാറിൻ്റെ മാസ് 1000 കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ m എപ്പോഴും 1000 തന്നെയാണ്. ഇനി ആദ്യത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ഒരു കാർ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. v എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയി. ഇനി നമുക്കിതിൻ്റെ അന്ത്യ ആക്കം കാണണം. ഓക്കെ, ഫൈനൽ മൊമെൻറ്റം ആണ് കാണേണ്ടത്. ഫൈനൽ മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ട് ഓക്കെ P = mv എന്ന ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അന്ത്യ ആക്കം എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെൻറ്റം ആണ്. ഫൈനൽ മൊമെൻറ്റം നമുക്കിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? മാസ് 1000 തന്നെയാണല്ലോ. മാസ് 1000 തന്നെയാണ്. ഇനി എന്താ ചെയ്തത്? ബ്രേക്ക് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ബ്രേക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമായി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രവേഗം എത്രയാണ്? 0 അല്ലേ? 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്ത് വന്നു? 1000 × 0 = 1000 × 0 = 0 എന്ന് വന്നു അല്ലേ? അപ്പോൾ 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ മൊമെൻറ്റം. ക്ലിയർ ആയോ? ഈസി അല്ലേ ഈ ചോദ്യം? അപ്പോൾ ഇവിടെ ഈ നിശ്ചലമായത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് സെക്കൻഡ് കേസിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ 200 ഗ്രാം ആണ് തന്നേക്കുന്നത് കേട്ടോ. 200 ഗ്രാമിലല്ലേ തന്നേക്കുന്നത്? നമ്മൾ ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം അല്ലേ? അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ 200 ഗ്രാമിനെ ആദ്യം നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാം. ഓക്കെ, എങ്ങനെ മാറ്റും? 200 / 1000 ചെയ്താൽ മതിയല്ലോ. 200 / 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2/10 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 1/5 അല്ലെങ്കിൽ 0.2 kg എന്ന് നമുക്ക് എഴുതാം. 0.2 kg. ഓക്കെ, ഇനി ആദ്യ ആക്കം നമുക്ക് കാണണം. എങ്ങനെയാണ് ആദ്യ ആക്കം കാണുക? 200 ഗ്രാം മാസുള്ള ഒരു ഹോളി ബോൾ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഹോക്കി സ്റ്റിക്കിൽ വന്ന് തട്ടുന്നു. ഇത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെ തിരിച്ചു പോയാലുള്ള ആക്ക വ്യത്യാസം കാണുക. ആക്ക വ്യത്യാസം കാണുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആക്കവും കാണണം, അന്ത്യ ആക്കവും കാണണം, തമ്മിലുള്ള ഡിഫറൻസും കാണണം അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മാസ് 0.2 കിലോഗ്രാം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കിലോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ മൊമെൻറ്റവും അതുപോലെ തന്നെ അന്ത്യ മൊമെൻറ്റവും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ P = mv ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ മൊമെൻറ്റം P = mv. അപ്പോൾ വെയിറ്റ് എപ്പോഴും 0.2 തന്നെയാണ് ഈ രണ്ട് കേസിലും അല്ലേ? അപ്പോൾ 0.2 ഇൻറ്റു എന്താണ്? 10 അല്ലേ? 10 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 2 kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ആണല്ലോ. ഇനി അടുത്ത കേസിൽ എന്താണ്? അടുത്ത കേസിൽ അന്ത്യ ആക്കമാണ് കാണേണ്ടത്. അന്ത്യ ആക്കം കാണുമ്പോൾ ആക്ക വ്യത്യാസത്തിൽ 200 kg മാസുള്ള ഒരു ഹോളിബോൾ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഹോക്കി സ്റ്റിക്കിൽ വന്ന് തട്ടുന്നു. ഇത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് കൺസിഡർ ചെയ്യണേ. ഇത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതേ വേഗം എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണല്ലോ. അപ്പോൾ തിരിച്ചു പോവുകയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈനസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെയിം രണ്ടാമത്തെ സിറ്റുവേഷനിലും എന്താണ്? മൈനസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആദ്യത്തെ സിറ്റുവേഷനിൽ 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. രണ്ടാമത്തെ സിറ്റുവേഷനിൽ അത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെ തിരിച്ചു പോവുക ആയതുകൊണ്ട് നമ്മൾ അതിന് മൈനസ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ -0.2 × 10 എന്ന് വരും. ആൻസറിൽ -2 kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണണ്ടേ? ഡിഫറൻസ് കണ്ടാലല്ലേ ആക്ക വ്യത്യാസം കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യത്തെ മൊമെൻറ്റവും അതുപോലെ അന്ത്യ മൊമെൻറ്റവും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം ആണല്ലോ. ഓക്കെ, അപ്പോൾ അന്ത്യ മൊമെൻറ്റം എത്രയായിരുന്നു? -2 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. ഇനി ആദ്യത്തെ മൊമെൻറ്റം എത്രയായിരുന്നു? 2 കിലോഗ്രാം അല്ലേ? രണ്ട് തമ്മിൽ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ -2 എന്ന് വരും. അപ്പോൾ എത്ര വരും ആൻസർ? -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഈസി അല്ലേ? ഇത് എളുപ്പമായില്ലേ? മനസ്സിലായില്ലേ? ഇവിടെ അന്ത്യ മൊമെൻറ്റം മൈനസ് ആദ്യ മൊമെൻറ്റം ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? -2 അപ്പോൾ എന്തെങ്കിലും രണ്ട് സെയിം സൈൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് സൈൻ കൊടുക്കുക. ഓക്കെ, -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരം നിറച്ച
12,000 kg. ഓക്കെ, 12,000 kg മാസ്സുള്ള ലോറി 12 m/s പ്രവേഗത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നു. 5 സെക്കൻഡിന് ശേഷം പ്രവേഗം 10 m/s ആകുന്നു എങ്കിൽ ലോറിയുടെ ആദ്യത്തെ ആക്കം എത്ര, അന്ത്യ ആക്കം എത്ര? ആദ്യ ആക്കം എന്ന് പറയുമ്പോൾ എത്രയാണ്? P = mv ആണ്. m എന്ന് പറയുന്നത് 12,000 ആണ്. 12,000 ആണ്. ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞ ആദ്യത്തെ കേസിൽ 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 12 × 12 144 ആണ് അല്ലേ? 144 പിന്നെ ഒരു 000. ഓക്കെ, അപ്പോൾ ഇത്രയും കിലോഗ്രാം m/s ആണ് ആദ്യത്തെ ആക്കം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത അന്ത്യ ആക്കം കാണണം. അന്ത്യ ആക്കം കാണാൻ എന്ത് ചെയ്യണം? മാസ് ഇവിടെ 12,000 തന്നെയാണ്. പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 10 അല്ലേ വന്നിട്ടുള്ളത്? പ്രവേഗം 10 m/s ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,20,000 കിലോഗ്രാം m/s എന്ന് കാണും. ഇനി ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണുക? ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി അല്ലേ? അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യത്തെ മൊമെൻറ്റം കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലേ? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അത് എത്രയാണ് കിട്ടുക? എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഓക്കെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ്, -24,000 കിലോഗ്രാം m/s. ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ആക്ക വ്യത്യാസ നിരക്ക്, ഈ നിരക്ക് കാണാൻ എന്ത് ചെയ്യണം? ഇതിനെ ടൈം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടൈം വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5 സെക്കൻഡ് ആണ്. 5 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ ഈ മൈനസ് കളയല്ലേ, -4,800 എന്നാണ് വാല്യൂ വരിക. -4,800 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള സുരക്ഷിതത്വം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വരാം. ചലിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ആക്കമുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ചലിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ആക്കമുണ്ട്. എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉയർന്ന ആക്കമുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തുന്നത് എളുപ്പമല്ല. നമ്മൾ ആനയുടെ കേസ് പറഞ്ഞത് ഓർക്കുക. ആനയ്ക്ക് മാസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അതിന് പെട്ടെന്ന് അതിൻ്റെ ബോഡി സിക്സാക് മാനറിൽ അങ്ങനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വാഹനങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തുന്നത് എളുപ്പമല്ല. കൃത്യതയോട് കൂടിയ ആധുനിക ബ്രേക്കിംഗ് രീതികൾ പോലും ഘർഷണം കുറഞ്ഞ നിലവാരമില്ലാത്ത റോഡുകളിൽ പരാജയപ്പെടുന്നു. അമിത വേഗവും അശ്രദ്ധയും ദിനം പ്രതി എത്രയെത്ര അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന 2 വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വാഹനങ്ങൾക്കിടയിൽ, അത് മുന്നിലും പിന്നിലുമായി പോകുന്ന വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന 2 വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ വാഹനങ്ങളുടെ വേഗത്തിനനുസരിച്ച് ഈ ദൂരം കൂടിയിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഓക്കെ, ഡ്രൈവേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ 10 മീറ്റർ ദൂരം അല്ലേ, മുന്നിൽ പോകുന്ന വാഹനവും പിന്നിൽ പോകുന്ന വാഹനവും തമ്മിൽ ചുരുങ്ങിയത് 10 മീറ്റർ ദൂരമെങ്കിലും ഉണ്ടായിരിക്കണം. വാഹനങ്ങളുടെ വേഗത കൂടുന്നതിനനുസരിച്ച് ഈ ദൂരം കൂടിയിരിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ സുരക്ഷിതത്വമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിച്ചിരിക്കുന്നു. എന്നാൽ ബലത്തെ എങ്ങനെ അളക്കാൻ കഴിയും? ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഉപയോഗിച്ച് ബലത്തെ എങ്ങനെ അളക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം നമ്മൾ പഠിച്ചു അല്ലേ? ബലത്തെയും ജഡത്വത്തെയും നിർവചിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചലന നിയമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബലത്തെ അളക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. u പ്രവേഗത്തോടെ ചലിക്കുന്ന ഒരു വസ്തുവിൽ t സമയത്തേക്ക് F ബലം പ്രയോഗിച്ചാൽ അതിൻ്റെ പ്രവേഗം v ആയി മാറുമെങ്കിൽ ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് mv-u/t ആയിരിക്കും. u പ്രവേഗത്തോടെ ചലിക്കുന്ന ഒരു വസ്തുവിൽ t സമയത്തേക്ക് നമ്മൾ F ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രവേഗം v ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക്, ഈ v-u/t എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ആണ്, ഒന്നുമില്ല. F = ma എന്ന ഇക്വേഷനിലേക്ക് എത്തുകയാണ് ഇവിടെ. F = ma എന്ന ഇക്വേഷൻ. ഓക്കെ, അതായത് ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് ആനുപാതികമായിരിക്കും. ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് ആനുപാതികമായിരിക്കും. അതാണ് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം. അതായത് ഇനി നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മൾ ഒരു
വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളൊരു ബ്രേക്ക് കൊടുക്കുന്നു. വാഹനത്തിന് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സഡൻ ഒരു ഫോഴ്സ് കൊടുക്കും ആണല്ലോ. സഡൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ, വളരെ കുറവ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു ബ്രേക്കിൽ. ഇനി നമ്മൾ ജസ്റ്റ് ചെറിയൊരു ബ്രേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി അല്ലെ. അത്രയും കൂടി ടൈം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഫോഴ്സ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ആക്കവും കൂടും. ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആക്കവും കൂടും. അതേസമയം ഫോഴ്സ് കുറവാണെങ്കിൽ ആക്കവും കുറയും. ക്ലിയർ ആയല്ലോ. ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. നമ്മൾ പറഞ്ഞു അതായത് പറയുന്നത് F പ്രൊപ്പോർഷണൽ ടു എം വി മൈനസ് യു ബൈ ടി എന്നാണ്. വി മൈനസ് യു ബൈ ടി നമുക്കറിയാം, A ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഈ വി മൈനസ് യു ബൈ ടിക്ക് പകരം നമുക്കിവിടെ A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കെ എന്നൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി കെയുടെ വാല്യൂ 1 ആണെങ്കിൽ F is equal to എം എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ. F is equal to എം എ എന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. ക്ലിയർ ആയല്ലോ? ഇവിടുത്തെ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. F is equal to എം എ എന്ന ഇക്വേഷനിലേക്ക് വന്നത്. അപ്പോൾ F is equal to എം എ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്സിലറേഷനെയും അതുപോലെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക്, ഈ നിരക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ടൈമിനെയാണ് കാണിക്കുന്നത് കേട്ടോ, ടൈമിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് ചെയ്തത്. നിരക്കാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ എഫ് പ്രൊപ്പോർഷണൽ ടു 1/t എന്നാണ് അല്ലേ. അതായത് നമ്മൾ സഡൻ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സമയം അവിടെ കുറവാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യല്ലേ, അപ്പോൾ അവിടെ ടൈം കുറവായിരിക്കും. ഇനി അതേസമയം നമ്മൾ ചെറിയൊരു ബ്രേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഫോഴ്സ് അവിടെ കുറവായിരിക്കും. അത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, ടൈം കൂടുതലുമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു എം എ എന്നുള്ള ഇക്വേഷനിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം ആണുള്ളത്. ആ പ്രോബ്ലം എങ്ങനെ ചെയ്യും നോക്കാം. 108 km/h വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ 4 സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ മാസ് 1000 കിലോഗ്രാം ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയായിരിക്കും? ഫോഴ്സാലേ കാണണ്ടേ. അപ്പോൾ എങ്ങനെ കാണും? കാറിൻ്റെ ആദ്യ പ്രവേഗം നമുക്കവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? U നമുക്ക് തന്നിട്ടുണ്ട്. 108 km/h ആണ്. 108 km/h എന്ന് പറയുമ്പോൾ നമുക്കതിനെ ആദ്യം എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 108 × 5/18 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ബ്രേക്ക് ചലിപ്പിച്ചു അല്ലെ, ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ 4 സെക്കൻഡിന് ശേഷം അത് നിശ്ചലമായി. അതുകൊണ്ട് തന്നെ അന്ത്യപ്രവേഗം എന്താണ്? V = 0 ആണെന്നും കിട്ടി. ഇനി മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് അല്ലേ, 1000 കിലോഗ്രാം ആണ്. മാസ് = 1000 കിലോഗ്രാം. ഇനി ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. ടൈം = 4 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമപ്രകാരം F is equal to ma എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ma എന്ന് പറയുമ്പോൾ എയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? A = v minus u by t എന്ന് എഴുതാം. v minus u by t. അപ്പോൾ F is equal to m v minus u by t. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 1000 ആണ്. v എത്രയാണ് നമുക്ക് കിട്ടിയില്ലേ? ഫൈനൽ വെലോസിറ്റി അല്ലേ. അപ്പോൾ 0 മൈനസ് u എത്രയാണ്? 13 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു. /4 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -7500 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ -7500 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ എന്താണ് ഈ മൈനസ് വരാനുള്ള കാരണം? നെഗറ്റീവ് സംഖ്യ ബ്രേക്ക് ഉളവാക്കിയ ബലം ചലനദിശയ്ക്ക് എതിർ ദിശയിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് സംഖ്യ ബ്രേക്ക് ഉളവാക്കിയ ബലം ചലനദിശയ്ക്ക് എതിർ ദിശയിലാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ക്ലിയർ? ഇനി അടുത്തൊരു ചോദ്യം. ഈ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. 5 kg മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാസ് എത്രയാണ്? 5 kg ആണ്. മാസ് 5 kg ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി സമയവും തന്നിട്ടുണ്ട്. എത്രയാണ്? ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം എന്നത് 2 സെക്കൻഡ് ആണ്. ടൈം 2 സെക്കൻഡ്. ഓക്കെ. ഇനി എന്താ തന്നിട്ടുള്ളത്? തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡ്. യു ആണ്, അപ്പോൾ 3 നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടുകയാണ്. വി എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം എഫ് ആണ് കാണേണ്ടത്. എഫ് കാണണം. ബലം പ്രയോഗിച്ച് സമയം 5 സെക്കൻഡായി ദീർഘിപ്പിച്ചാൽ വസ്തുവിൻ്റെ അപ്പോഴുള്ള പ്രവേഗം എത്രയായിരിക്കും? അപ്പോൾ ആദ്യം നമുക്ക് ഫോഴ്സ് കാണാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എ നമുക്ക് ഡയറക്റ്റായിട്ട് തരില്ല. എ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. വി അറിയാം, യു അറിയാം, ടി അറിയാം. അതുകൊണ്ട് തന്നെ എ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ എ എങ്ങനെ കണ്ടുപിടിക്കാം? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വിയുടെ വാല്യൂ 7 ആണ്. യുവിൻ്റെ വാല്യൂ 3 ആണ്. 7 - 3 4 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എത്ര കിട്ടി? 2 എന്ന് കിട്ടും അല്ലേ? ഓക്കെ. ഇനി ഇവിടെ 2 എന്ന വാല്യൂ നമുക്ക് കിട്ടി. ഇനി അതുകൂടാതെ എന്ത് ചെയ്യണം? ഈ എ ആണ് 2 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അതുകൂടാതെ എമ്മുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എം എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എം എത്രയാണ്? എം ഇസ് ഈക്വൽ ടു 5 kg ആണ്. ഓക്കെ. അപ്പോൾ 5 × 2 എന്ന് പറയുന്നത് 10. 5 × 2 = 10 ന്യൂട്ടൺ ആണ് നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ത്വരണം കാണണം. ത്വരണം കാണാൻ വേണ്ടിയിട്ട് ആക്സലറേഷൻ ആണ് കാണേണ്ടത്. ആക്സലറേഷൻ കാണാൻ നമുക്കറിയുന്ന ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ് അല്ലേ? അപ്പോൾ ഈ എ കാണാൻ വേണ്ടിയിട്ട് എയെ ഒരു സൈഡിൽ നിർത്തിയിട്ട് എഫിൻ്റെ ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇൻറ്റു ചെയ്യാനുള്ള എം ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. എഫ് ബൈ എം എന്നാവും. അപ്പോൾ 10/5 എത്ര വരും? ആക്സലറേഷനാണ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. ചോദ്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് നോക്കാം. ബലം പ്രയോഗിച്ച സമയം 5 സെക്കൻഡായി ദീർഘിപ്പിച്ചാൽ വസ്തുവിൻ്റെ അപ്പോഴുള്ള പ്രവേഗം എത്രയായിരിക്കും? അപ്പോഴുള്ള പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് 80 എന്നുള്ളതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വിലകൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച സമയം 5 സെക്കൻഡായി ദീർഘിപ്പിക്കുമ്പോഴുള്ള പ്രവേഗം എത്രയാണെന്ന് കിട്ടും. അപ്പോൾ യു എത്രയാണെന്ന് നമുക്കറിയാം. ഓൾറെഡി തന്നിട്ടുണ്ട്. യു എത്രയാണ്? 3 ആണ് അല്ലേ? 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി. എത്രയാണ്? എയുടെ വാല്യൂ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ടി 5 സെക്കൻഡായി ദീർഘിപ്പിക്കുകയാണ്. 5 × 2 10, 10 + 3 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു ഭാഗം നോക്കാം. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസിനെ കുറിച്ചാണ്. ഇവിടെ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് അതിനുള്ള സൊല്യൂഷനായിട്ട് തരാം കേട്ടോ. അവിടെ സൊല്യൂഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൈം കളയണ്ടെന്ന് വെച്ചിട്ടാണ് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുന്നത്. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് ആവേഗബലം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം അഥവാ ഇമ്പൾസ്. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം. ഓക്കെ. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലത്തെയാണ് ആവേഗം എന്ന് നമുക്ക് പറയാവുന്നത്. ആവേഗം ഈക്വൽ ടു ബലം ഇൻറ്റു സമയം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? അതിൻ്റെ യൂണിറ്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എഫ് ഇൻറ്റു ടി ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെ എന്താ നമ്മൾക്കറിയാം? ന്യൂട്ടൺ ആണ്. അതുപോലെ ടൈമിൻ്റെ ആണെങ്കിൽ സെക്കൻഡും ആണ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഈ ആവേഗത്തിൻ്റെ യൂണിറ്റ്. ആവേഗത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ. ഇനി ഇത് ആവേഗ ആക്ക തത്വം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെട്ട ആവേഗത്തിന് തുല്യമായിരിക്കും. അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുകയാണ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ മാസും പ്രവേഗമാറ്റവും സമയവും തമ്മിലുള്ള ബന്ധം രണ്ടാം ചലന നിയമപ്രകാരം എഴുതിയിരിക്കുന്നതാണ്. ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ മാസും പ്രവേഗമാറ്റവും സമയവും തമ്മിലുള്ള ബന്ധം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ എഫ് ഇസ് ഈക്വൽ ടു എം വി മൈനസ് യു ബൈ ടി എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ആവേഗം നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ എഫ് ഇൻറ്റു ടി ആണ്. അപ്പോൾ അതിൽ ഈ എഫ് 2 സ്ഥലം കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? ആവേഗം ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ
ഈ എഫിന് പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ് നമ്മളിവിടെ ഇൻറ്റു ടി ചെയ്തു. അപ്പോൾ എന്തായി, ഈ ടിയും ടിയും തമ്മിൽ ക്യാൻസലായിപ്പോയി. അപ്പോൾ എം വി മൈനസ് യു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, എം വി മൈനസ് എം യു എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് എം വി മൈനസ് എം യു എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ക വ്യത്യാസമാണ്. അപ്പോൾ ഈ ആവേഗ ആക്ക തത്വം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആവേഗ ആക്ക തത്വം, അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിലനുഭവപ്പെട്ട ആവേഗത്തിന്, അതിനനുഭവപ്പെട്ട ഇമ്പൾസിന് തുല്യമായിരിക്കും. ആവേഗം എന്നത് എന്താണ്, ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബലമാണ് അല്ലേ. അപ്പോൾ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് അതിലനുഭവപ്പെട്ട ആവേഗത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്, നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യാണ്. ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ആ ക്യാച്ചർ എന്ത് ചെയ്യും, കൈ കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഫോഴ്സ് വരുന്ന ബോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫോഴ്സിലാണ് വരുന്നത്. കൈ നമ്മൾ കുറച്ചുകൂടി ബാക്കിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ടൈം കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും ബലം അല്ലെ അത്രയും ഫോഴ്സ് നമ്മുടെ കൈകളിലേക്ക് അനുഭവപ്പെടുകയില്ല. ഓക്കെ, അതായത് ഇവിടെ ഫോഴ്സ് കൂടുമ്പോൾ ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നത് ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും രണ്ടാം ചലന നിയമവുമാണ് പഠിച്ചത്. അതുമായി റിലേറ്റഡ് ആയി വന്നിട്ടുള്ള സബ് ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ക്ലാസ്സിൽ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നീട് ആക്ക സംരക്ഷണ നിയമം, പിന്നെ വർത്തുള ചലനം, ആ 3 പോയിൻറ്റ്സും കൂടിയാണ് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് റിമൈൻഡ് ചെയ്യുന്നത്. അത് അടുത്തൊരു ക്ലാസ്സായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഡേ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യും. താങ്ക്